ടി വിയിൽ നിന്ന് നേർത്ത ശബ്ദത്തിൽ ഭക്തിഗാനം കേട്ടു തുടങ്ങിയതും കർപ്പൂരത്തിൻ്റെയും എണ്ണയുടെയും ചന്ദനത്തിരിയുടെയും സമ്മിശ്രഗന്ധം അവിടെ ആകെ പരന്നു. ഒന്നു മൂരി നിവർന്നുകൊണ്ടവൻ കിടന്നിടത്ത് നിന്നും തല മാത്രം പതിയെ പുതപ്പിന് വെളിയിലേക്ക് ഇട്ടുകൊണ്ടവൻ ചുറ്റിലും നോക്കി. അടുത്തെങ്ങും ആരുമില്ല എന്ന് കണ്ടതും സോഫയിൽ നിന്ന് പതിയെ എഴുന്നേറ്റ് പമ്മി പമ്മി റൂമിലേക്ക് നടന്നു. ഇന്നലെ കുടിച്ചതിൻ്റെ ഹാങ് ഓവർ നല്ല രീതിക്ക് തന്നെയുണ്ട്, കൂടാതെ നല്ല ദാഹവും. എങ്കിലും അത് കാര്യമാക്കാതെ അവൻ പെട്ടെന്ന് റൂമിലേക്ക് കയറാൻ തുനിഞ്ഞു. ഇല്ലെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് മറ്റാരെക്കാളും അവന് നന്നായി അറിയാം. ഒന്ന് നിന്നേ, പൂച്ചയെ പോലെ കുണുങ്ങി കുണുങ്ങി എങ്ങോട്ടാ മോൻ? പെട്ടെന്ന് പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ടതും കണ്ണു മുറുക്കി അടച്ചുകൊണ്ട് അവൻ റൂമിലേക്ക് കയറാതെ പതിയെ തിരിഞ്ഞു നിന്നുകൊണ്ട് ദേഷ്യത്തോടെ കൈ കെട്ടി നിന്നുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന ചേച്ചിയെ നോക്കി. അത് പിന്നെ ചേച്ചി, ഞാൻ ഫ്രണ്ട്സ് അവരൊക്കെ നെറ്റി ചുളിച്ചുകൊണ്ട് തന്നെ നോക്കുന്ന ചേച്ചിയെ കണ്ടതും അർജുനൊന്ന് പരുങ്ങി. അർജു, കാര്യം പറ, നീ ഇന്നലെ പാതിരാത്രി വരെ എവിടെയായിരുന്നു? അത് നീ ഇന്നലെ കുടിച്ചോ? ചുവന്നു കുറുകിയ അവൻ്റെ കണ്ണ് കണ്ടതും അവൾ സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ താൻ ഇന്നലെ കുടിച്ച കാര്യം അവൾ അറിഞ്ഞിരുന്നില്ലെന്നും താനായിട്ട് തന്നെ തൻ്റെ കുഴി തോണ്ടിയല്ലോ എന്നും ഓർത്തുകൊണ്ടവൻ നെറ്റിയിൽ അമർത്തി തിരുമ്മി. അർജു, നിന്നോടാ ഞാൻ ചോദിച്ചത്, നീ ഇന്നലെ കുടിച്ചോ എന്ന്. അത് പിന്നെ ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോൾ ഒരിത്തിരി കുടിച്ചു. നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് കുടിക്കരുത് എന്ന്. ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ല അല്ലേ? വളരെ നിസ്സാരമായി പറയുന്നവനെ കണ്ടതും അവൾ ദേഷ്യത്തോടെ അവനെ തുറച്ചു നോക്കി. കയ്യിൽ കിട്ടിയ ഒരു സ്റ്റീൽ സ്കെയിലുമായി തനിക്കരികിലേക്ക് ദേഷ്യത്തോടെ വരുന്ന ചേച്ചിയെ കണ്ടതും അവൻ 2 അടി പിറകിലേക്ക് വെച്ചു. ഓടിയ കിട്ടുന്ന അടിയുടെ എണ്ണം കൂടും, പറഞ്ഞേക്കാം. അവൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി എന്നതുപോലെ അവൾ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും ഓടാനായി തിരിഞ്ഞവൻ സ്വിച്ച് ഇട്ടതുപോലെ അവിടെ തന്നെ നിന്നുകൊണ്ട് അവളെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു. ഇല്ല ചേച്ചി, ഇനി മേലിൽ ഞാൻ കുടിക്കത്തില്ല, ഇത് നീയാണ് സത്യം. തൻ്റെ തലയിലേക്ക് നീണ്ടുവരുന്ന അവൻ്റെ കൈ കണ്ടതും അവൾ പെട്ടെന്ന് തെന്നി മാറിക്കൊണ്ട് അവൻ്റെ കയ്യിൽ സ്കെയിൽ കൊണ്ട് ഒരടി വെച്ചു കൊടുത്തു. അടി കൊണ്ടതും വേദനയിൽ കൈ കുടഞ്ഞുകൊണ്ട് അവൻ ദയനീയമായി അവളെ നോക്കി കണ്ണു നിറച്ചു. നിന്റെ കണ്ണു നിറയ്ക്കലോ അഭിനയം ഒന്നും എൻ്റെ അടുത്ത് ചിലവാകില്ല മോനെ. കഴിഞ്ഞ മാസം നീ ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തത് പൊന്നുമോ മറന്നു കാണും. എന്നാലേ ഈ ചേച്ചി അത് മറന്നിട്ടില്ല. ദയനീയ ഭാവത്തിൽ തന്നെ നോക്കുന്ന അനിയനെ കണ്ടതും അവൾ കയ്യിലെ സ്കെയിൽ ടേബിളിലേക്ക് വെച്ചു. നിനക്കിപ്പോൾ എത്ര വയസ്സായി? 18. എന്നിട്ട് 18 വയസ്സുകാരൻ കാണിക്കുന്ന പണിയാണോ നീ ഈ കാണിക്കുന്നത്? 18 വയസ്സായാൽ പ്രായപൂർത്തിയായില്ലേ? തന്നെ നോക്കി വളരെ നിസ്സാരമായി പറയുന്നവനെ കണ്ടതും ജീവിതത്തെക്കുറിച്ച് അവൻ മനസ്സിലാക്കിയതിൽ കൂടുതലും തെറ്റായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയവൾ നെടുവീർപ്പോടെ അവനെ നോക്കി. മോനെ, ജീവിതത്തെ നീ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നെനിക്കറിയില്ല, എന്നാലും പറയുക, 18 വയസ്സായാൽ പ്രായപൂർത്തിയായി. എനിക്കിനി എന്തു വേണമെങ്കിലും ചെയ്യാം എന്നൊരു ധാരണ നിന്നെപ്പോലെ തന്നെ പല കുട്ടികൾക്കും ഇന്നുണ്ട്. ശരിയാ, 18 കഴിഞ്ഞാൽ വോട്ടവകാശമുണ്ട്. കൂടാതെ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി എന്നതിൽ നിന്ന് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നതിലേക്ക് ഓരോരുത്തരും മാറും. പക്ഷേ നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അതാണോ പ്രായപൂർത്തിയായ ഒരാളുടെ ലക്ഷണം അല്ലെങ്കിൽ സ്വഭാവം? പറയത്തക്ക വിദ്യാഭ്യാസമോ ജോലിയോ പോട്ടെ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആത്മഹത്യ എന്നുള്ളതല്ലാതെ അതിന് മറ്റൊരു പരിഹാരം കാണാനുള്ള പക്വത അതെങ്കിലും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കുണ്ടോ? പോട്ടെ, ദിവസവും നിങ്ങൾ ചോദിക്കുന്ന കാശും തന്ന് നിങ്ങളെ സ്കൂളിലേക്ക് വിടുന്ന അച്ഛനമ്മമാരില്ലേ, അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷ അത് എത്രത്തോളം ഉണ്ടെന്ന് നിനക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ നീ ഒന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ലായിരുന്നു. ചേച്ചി, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. മൊബൈൽ ഫോണും ഫ്രണ്ട്സും ഗെയിംസും ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഭാവി, അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ? ഇന്ന് നിങ്ങളെ സഹായിക്കാൻ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും കാണും. പക്ഷേ നാളെ നീ എന്തു ചെയ്യും? നിനക്കെന്ന് പറഞ്ഞൊരു കുടുംബം വരും. അവരെ നീ എങ്ങനെ കൊണ്ടു നടക്കും? തന്നോട് ചേർന്നിരുന്നുകൊണ്ട് വിതുമ്പി കരയുന്ന അനിയനെ ഒരു കൈയാൽ ചുറ്റിപ്പിടിച്ചുകൊണ്ടവൾ അവൻ്റെ നെറുകയിൽ അമർത്തി ഉമ്മവച്ചു. നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നല്ലൊരു ജോലിയോ വിദ്യാഭ്യാസമോ ഇല്ലാതെ നാളെ നീ സമൂഹത്തിന് മുന്നിൽ വെറും വട്ടപൂജ്യമായി നിൽക്കുന്ന ഒരവസ്ഥ. നിന്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നവർ പോലും നാളെ നിന്നെ കാണുമ്പോൾ തിരിഞ്ഞു നടന്നാൽ അന്ന് നീ ഒറ്റപ്പെട്ടു പോയാൽ ചങ്കുപൊട്ടി കരയാനല്ലാതെ വേറെന്താ നിനക്ക് ചെയ്യാൻ കഴിയുക? നിന്റെ പ്രായം കഴിഞ്ഞ് തന്നെയാണ് ഞാനും ഇവിടെ എത്തിയത്.
നിന്നെപ്പോലെ ഞാനും അന്ന് ഉഴപ്പിയിരുന്നെങ്കിൽ എനിക്കിന്ന് നല്ലൊരു ജോലി ഉണ്ടാകുമായിരുന്നു. അച്ഛനും അമ്മയും പോയതിൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുമായിരുന്നു? എന്തായേനെ നമ്മുടെ ജീവിതം? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നീ. കൂട്ടുകെട്ട് വേണ്ടെന്ന് ചേച്ചി ഒരിക്കലും പറയില്ല. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും 100 തവണ ചിന്തിക്കണം, ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. ഇന്ന് മദ്യം, നാളെ സിഗരറ്റ്, അത് കഴിഞ്ഞാൽ ഹാൻസ്, അത് കഴിഞ്ഞാൽ കഞ്ചാവ്, അവസാനം ഡ്രഗ്സ്. ഇങ്ങനെയൊക്കെയാണ് നിന്നെപ്പോലെയുള്ള പല കുട്ടികളുടെയും ജീവിതം നശിക്കുന്നത്. പട്ടിണിയും പരിവട്ടവും അറിയിക്കാതെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഓരോ അച്ഛനമ്മമാരും കുട്ടികളെ വളർത്തുന്നത്. പലരുടെയും വിചാരം അച്ഛനമ്മമാർക്ക് പ്രായമാകുമ്പോൾ സുഖമായി ജീവിക്കാൻ വേണ്ടി ആ കുട്ടികളെ നിർബന്ധിപ്പിച്ച് പഠിപ്പിക്കുന്നത് എന്നാ. പക്ഷേ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, അതാണോ സത്യം? മക്കളെ തല്ലിയും വഴക്ക് പറഞ്ഞും പഠിപ്പിക്കുമ്പോൾ നാളത്തെ അവരുടെ ഭാവി, സന്തോഷത്തോടെയുള്ള അവരുടെ ജീവിതം, അത് മാത്രമേ ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലുണ്ടാവുകയുള്ളൂ. തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നവളെ കണ്ടതും അർജുനാകെ വല്ലാതെയായി. അവളുടെ ഓരോ വാക്കുകളും കേൾക്കെ അതെല്ലാം സത്യമാണെന്ന് അവന് തോന്നി. അച്ഛനും അമ്മയും പോയിട്ടും താൻ ഇന്നേ വരെ ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടില്ലെന്ന് അവൻ ഓർത്തു. കാശായാലും ഡ്രസ്സായാലും ഫുഡായാലും അങ്ങനെ എന്തായാലും ഞാൻ ചോദിക്കുന്നതിന് മുന്നേ ചേച്ചി കണ്ടറിഞ്ഞ് എല്ലാം ചെയ്തു തരാറുണ്ട്. എൻ്റെ ചേച്ചി ഒരു ടീച്ചറാണെന്ന് കൂട്ടുകാരോട് പറയുമ്പോൾ എനിക്കെന്നും അഭിമാനം മാത്രമേ തോന്നിയിട്ടുള്ളൂ. അതേ അഭിമാനം തന്നെയല്ലേ അവൾ തന്നെപ്പറ്റി മറ്റുള്ളവരോട് പറയുമ്പോൾ അവൾക്കും തോന്നേണ്ടത്? എന്നാൽ താനിപ്പോൾ ചെയ്യുന്നതോ? നാളെ ഞാനൊരു ചീത്തപ്പേരുണ്ടാക്കിയാൽ എന്നേക്കാൾ കൂടുതൽ അത് ബാധിക്കുന്നത് എന്നെ ജീവനായി കരുതുന്ന ചേച്ചിയെ തന്നെ ആയിരിക്കില്ലേ? സ്വന്തം അനിയനെ നേർവഴിക്ക് നടത്താൻ കഴിയാത്തവൾ എന്ന് അവളെ സമൂഹം പരിഹസിക്കില്ലേ? എല്ലാത്തിലുപരി അവൾ മോഹിച്ച് നേടിയ ജോലി അതുപോലും എന്നേക്കുമായി നഷ്ടപ്പെടില്ലേ? താൻ കാരണം അവൾ എന്തുമാത്രം അനുഭവിക്കേണ്ടി വരും? ഒരിക്കലും അവൾ എന്നോടിന്ന് സംസാരിച്ചത് അവളുടെ കാര്യം ഓർത്തിട്ടൊന്നും ആവില്ല. കഴിഞ്ഞ വട്ടം കുടിച്ചു ബോധമില്ലാതെ താൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ മായാതെ അവളുടെ മനസ്സിൽ കാണും. ഒരിക്കലും ഒന്നും അവളെ വേദനിപ്പിക്കാൻ പറഞ്ഞതായിരുന്നില്ല. പക്ഷേ ഇന്നവൾ പറഞ്ഞ കാര്യങ്ങൾ, അത് കേട്ടപ്പോൾ മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവളെ എത്രമാത്രം സങ്കടപ്പെടുത്തി എന്നുള്ളത്. ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. ചേച്ചി, ഇതേവരെ പറഞ്ഞതുപോലെയല്ല, ഇനി ഒരിക്കലും എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നിന്റെ തല താഴില്ല. ഉറപ്പായും നിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഞാൻ നന്നായി പഠിക്കും, നല്ല ജോലി വാങ്ങിക്കും. ഉറപ്പോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ടതും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ പുഞ്ചിരിയോടെ അവനെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.